യേശു തന്നെക്കുറിച്ച് പറഞ്ഞ ഒരു നല്ല അഭിപ്രായം, സാക്ഷ്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ യേശു പറയാണ്, ഞാൻ നല്ല ഇടയനാണ്. ഈ ഒരു വാക്ക് പ്രസംഗിച്ചങ്ങ് തകർക്കാനുള്ളതല്ല, പിന്നെയോ ആസ്വദിച്ച് ജീവിതത്തിൽ അതിൻ്റെ സംതൃപ്തിയും സമാധാനവും കൈക്കൊള്ളാനുള്ളതാണ്. ഞാൻ നല്ല ഇടയനാണ്. കൂടുതൽ ദൈവശാസ്ത്രപരമായ വിശദീകരണങ്ങളിലേക്കൊന്നും പോകണ്ട. യേശു ഒറ്റ വാക്ക് അവിടെ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ നിനക്ക് നല്ലതായിരിക്കും. നമുക്കിന്ന് രാവിലെ അത് പറയാം, യേശു എനിക്ക് നല്ലതായിരിക്കും. എനിക്കെൻ്റെ യേശുവാണ് നല്ലത്. യേശുവാണ് എനിക്ക് ഏറ്റവും നല്ലത്. എൻ്റെ ജീവിതത്തിലെ എല്ലാറ്റിനേക്കാളും നല്ലത് യേശുവാണ്, എൻ്റെ നല്ല ഇടയൻ. സ്നേഹം നിറഞ്ഞവരെ, ഈ നല്ല യേശുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. നല്ല ഇടയൻ ആരാണ് എന്ന് യേശു ഒറ്റ വാക്കിൽ തെളിയിച്ചു. ഒറ്റ വാക്കിലാണ് യേശു അതിൻ്റെ ഉത്തരവും പറയുന്നത്. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെയാണ് കൊടുക്കുന്നത്. കാടി കൊടുക്കുന്ന ഇടയനുണ്ട്. പുല്ലും തീറ്റകളും ആടുകൾക്ക് കൊടുക്കുന്ന ഇടയന്മാർ സ്വാഭാവികമായിട്ടുമുണ്ട്. നല്ല പരിചരണം കൊടുക്കുന്ന, നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്ന. പക്ഷേ എല്ലാ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലും, ഏറ്റവും നല്ല വിധം ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലും, എല്ലാ നല്ല ഹോസ്പിറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഇടയിലും പ്രാണൻ കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു ബന്ധം ആടിനോടൊരിടയന് എപ്പോഴുണ്ടാകുന്നു, അവിടെയാണ് നല്ല ഇടയൻ ജനിക്കുന്നത്. കർത്താവായ യേശു അവിടെയാണ് വ്യത്യസ്തനാകുന്നത്. യേശു നമുക്ക് നൽകിയ സുഖസൗകര്യങ്ങളുടെ പേരിലല്ല യേശു തൻ്റെ നല്ലത് വെളിപ്പെടുത്തിയത്. യേശു നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്വർഗത്തിൻ്റെ പേരിലല്ല ഞാൻ നല്ലവനാണെന്ന് യേശു നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ യേശുവിലെ ഏറ്റവും വലിയ നല്ലതിനെ നമ്മൾ കാണുന്നത് സ്വർഗത്തിൻ്റെ സൗകര്യങ്ങളുടെ പേരിലല്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് യേശു നമുക്ക് ഏറ്റവും നല്ലവനാകുന്നത്? യേശുവിന് തന്നിൽ തന്നെ സ്വന്തമായിരുന്ന തൻ്റെ ജീവൻ യേശു അത് മനഃപൂർവ്വം നൽകുവാൻ തയ്യാറായതിലാണ് യേശുവിൻ്റെ നല്ലത് നമ്മൾ കാണുന്നത്. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എന്ന് വേദപുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പാടി. പക്ഷേ നിന്റെ ജീവൻ അതിന് തുല്യത പിടിക്കാനൊന്നുമില്ല. നിന്റെ ദയ എൻ്റെ ജീവനേക്കാൾ നല്ലതാണെങ്കിൽ നിന്റെ ജീവനോട് തുല്യത പിടിക്കാൻ ഒന്നുമില്ലാതിരിക്കെ അതുല്യമായ നിന്റെ ജീവിതം യേശുവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയിട്ട് വെറും പേട്ടാടുകളെ പോലെ കിടന്ന ഞങ്ങളെ നിന്റെ ജീവനോളം വിലയുള്ളവരാക്കി തീർത്ത ആ ഒരു പരിപാടി, ഒരു വിലയുമില്ലാതിരുന്ന നമ്മളെ തൻ്റെ ജീവൻ ഇങ്ങോട്ട് തന്നിട്ട് തൻ്റെ ജീവനോളം മൂല്യമുള്ളവരാക്കി തീർത്ത ആ ഇടയൻ ഏതോ മേച്ചിൽപ്പുറത്ത് വേഞ്ഞു നടന്നിരുന്ന കുറേ ആട്ടിൻകൂട്ടങ്ങളെ തൻ്റെ പദവിയുടെ സിംഹാസന മഹിമകളിലേക്ക് ഉപവിഷ്ടരാക്കി തീർത്ത ആടിൻ്റെ തലയിൽ കിരീടം വെച്ച ഇടയൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. ആടിൻ്റെ തലയിൽ കിരീടം വെച്ച ഇടയൻ. ആ കിരീടം വെക്കാൻ തക്കവിധമുള്ള സിംഹങ്ങളെ തനിക്ക് സൃഷ്ടിക്കാമായിരുന്നിട്ട് കൂടിയും ആ സിംഹങ്ങളെ വെടിഞ്ഞ്, കുതിരകളെ വെടിഞ്ഞ്, രാജവാഴ്ചയിലെ സിംഹത്തെയും യുദ്ധവീര്യമുള്ള കുതിരയും കൗശലമുള്ള കുറുക്കനെയും മാറ്റി നിർത്തിയിട്ട് ഈ നിലവിളിക്കാനും ഇടയനെ അനുഗമിക്കാനും മാത്രം കഴിയുന്ന ഈ കുഞ്ഞാടുകളുടെ തലയിൽ തൻ്റെ മഹിമയുടെ കിരീടം വെച്ച ആ ഇടയൻ തൻ്റെ ജീവൻ കൊണ്ട് ആ ആടുകൾക്ക് മൂല്യമുണ്ടാക്കി, തന്നോളം മൂല്യമുണ്ടാക്കി കൊടുത്ത ഇടയൻ, ആ ഇടയൻ മാത്രം എന്നും അതുല്യനാണ്. ആ ഇടയൻ മാത്രം ശ്രേഷ്ഠനാണ്. യേശു നമ്മളുടെ നല്ല ഇടയനാണ്. അപ്പോൾ പരിപാലനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആശ്ലേഷത്തിൻ്റെയും എല്ലാം നടുവിൽ യേശു എന്ന നല്ല ഇടയൻ എന്താണ് നമ്മളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, സ്നേഹത്തോടു കൂടിയ അനുസരണമാണ്. ഈ ഇണങ്ങുന്ന പെറ്റുകളായിട്ടുള്ള ജീവജാലങ്ങളുടെ പ്രത്യേകത, അതിനെ അടിച്ചല്ല മെരുക്കുന്നത്,
ഏറ്റവും നമുക്കിഷ്ടമുള്ള കോഴിക്കുഞ്ഞാണേലും ആട്ടിൻകുട്ടിയാണേലും പട്ടിക്കുഞ്ഞാണേലും ഇതുങ്ങളൊക്കെ നമ്മുടെ അടിയിലേക്ക് ഓടി വരുന്നത് ഒരു ഭയത്തിൻ്റെ പേരിൽ, അതിനൊരു നമ്മളുമായിട്ടൊരു അറ്റാച്ച്മെൻ്റാണ്. ആ ഒരു സ്നേഹബന്ധമാണ് യേശു നമ്മളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദൈവം അതാണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിൽ ഏറ്റവും മെരുങ്ങപ്പെട്ടത്, ദൈവത്തിൻ്റെ കയ്യിൽ ഏറ്റവും പെറ്റായിത്തീരുന്നത്, ആ വിധത്തിലായിത്തീരുന്ന ഒന്നിനു വേണ്ടി ജീവനും കൂടെ നൽകുവാൻ തയ്യാറായി നിൽക്കുന്ന നല്ല ഇടയൻ. യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ആമേൻ. തൻ്റെ ജീവൻ കൊണ്ട് അവിടുന്ന് നല്ല ഇടയനാണ് എന്ന് യേശു തെളിയിച്ചു. ആരും യേശുവിനെ വകവരുത്തിയതല്ല, നമുക്ക് വേണ്ടി യേശു തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായതാണ്. ആരും യേശുവിൽ നിന്നും തൻ്റെ ജീവൻ ബലിഷ്ഠമായിട്ടെടുത്തതല്ല. യേശു അതിനുവേണ്ടി സ്വയം സമർപ്പിച്ചതിലൂടെയാണ് യേശുവിൻ്റെ ജീവൻ നൽകുന്ന സ്നേഹത്തിൻ്റെ ബ്യൂട്ടി ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടത്. സോ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഇടയൻ ഒരു കാര്യം ഇതിനോടുകൂടെ ചേർത്ത് പറയുന്നു. ജീവൻ തരുന്നത് എന്തിനാണ്? ഒരാൾക്ക് ജീവൻ കൊടുക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഒരാൾക്ക് പണം നൽകുന്നത് എന്തിനാണ്? മറ്റൊരാൾക്ക് ഉപകാരപ്പെടാനാണ്. ജീവൻ തരുന്നത് എന്തിനാണ്? ജീവിക്കാൻ വേണ്ടിയാണ്. ദാറ്റ് മീൻസ് യേശു പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു മനോഹരമായ ജീവിതമാണ്. ആ ജീവിതം ജീവിക്കുന്ന വേളയിൽ യേശു അവർക്ക് നല്ലവനായിരുന്നു, ഇവർക്ക് നല്ലവനായിരുന്നു, ആ ചർച്ചുകാർക്ക് നല്ലതായിരുന്നു, ആ വീട്ടുകാർക്ക് നല്ലതായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുള്ള ഇടത്ത് നിന്നും എനിക്കെൻ്റെ യേശു നല്ലവനാണേ എന്ന് പറയത്തക്ക വിധമുള്ള ഒരു നല്ല സാക്ഷീകരണം നിങ്ങൾക്കും പറയാനുണ്ടാകും. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലിടയനാണെന്ന് പറഞ്ഞ യേശു എൻ്റെ ജീവിതത്തിലും എനിക്ക് എൻ്റെ യേശു നല്ലവനാണ് എന്ന് നിങ്ങളും സംശയലേശമെന്നേ പറയുന്ന നിലയിലേക്ക് യേശുവിൻ്റെ ഈ ജീവിതം നമ്മളെയും നല്ലതാക്കി തീർക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞ യേശു, അതെ, ആ യേശു നല്ല ഇടയൻ തന്നെ എന്ന് ഈ ലോകത്ത് സാക്ഷീകരിക്കുന്ന ഏറ്റവും നല്ല യേശുവിൻ്റെ ആ കുഞ്ഞാടായിട്ട് നിങ്ങൾ മാറും. നല്ല ഇടയനും നല്ല ആടും, ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് എന്ന് പറയുന്ന ആ സാക്ഷ്യം കേൾക്കാൻ മുഴുവൻ പ്രപഞ്ചവും ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധയോടെ ചെവി കൂർപ്പിക്കും. അങ്ങനാണെങ്കിൽ ഏറ്റവും നല്ലതായി യേശു മാറുന്ന നിമിഷങ്ങളാണിത്. യേശു തന്നതെല്ലാം നല്ലത്, യേശു തരുന്നതും നല്ലത്, യേശു നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് ഒരുക്കിയിരിക്കുന്നു. യേശു നമ്മളെ നല്ലതായി തിരഞ്ഞെടുത്തിരിക്കെ എൻ്റെ യേശുവാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് നമുക്ക് പറയാം. ഞാൻ യഹോവയോട് പറഞ്ഞു, അങ്ങ് എൻ്റെ കർത്താവാകുന്നു, അങ്ങൊഴികെ എനിക്ക് ഒരു നന്മയുമില്ല. എൻ്റെ ജീവിതത്തിൽ നല്ല വീടോ നല്ല കാറോ നല്ല സംവിധാനമോ ഇതൊക്കെ ഉള്ളത് നല്ലത് തന്നെ. പക്ഷേ എൻ്റെ ഏറ്റവും ആത്യന്തികമായ നന്മ, എൻ്റെ ജീവിതത്തിൻ്റെ നല്ലതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മൈ ജീസസ്. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദൂതിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ ദൈവശബ്ദത്തെ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയോളം നല്ലത് ഞങ്ങൾക്ക് വേറൊന്നുമില്ല. ഏറ്റവും നല്ലവൻ, എത്ര നല്ലവൻ. ഞങ്ങളെങ്ങനെ പാടുന്നതും ഞങ്ങൾ പറയുകയും ചെയ്യുന്നത് കേവലം അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഉള്ളിൻ്റെ ഉള്ളു തുറന്ന് ഹൃദയത്തിനകത്ത് കൃത്യമാംവിധം അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് അങ്ങാണ്. നല്ല ഇടയനാണെന്ന് പറഞ്ഞ അങ്ങ്, അത് അങ്ങയുടെ സാക്ഷീകരണം മാത്രമായി തീരുന്നില്ല. ഞങ്ങളുടെ സാക്ഷ്യമായി ഇന്ന് ഞങ്ങളത് ഏറ്റെടുത്ത് ലോകം കേൾക്കെ വിളിച്ചു പറയുന്നു, എൻ്റെ യേശുവാണ് എനിക്ക് ഏറ്റവും നല്ലത്, എൻ്റെ യേശുവാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. കർത്താവെ, അങ്ങയോളം വിലയുള്ളവരാക്കി ഞങ്ങളെ മാറ്റാൻ യേശുവെ, അങ്ങ് സഹിച്ച ത്യാഗത്തിന്, അങ്ങ് ഏറ്റെടുത്ത ക്രൂശിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ദൂതിൻ്റെ മുമ്പിൽ എൻ്റെ യേശു നല്ലവനെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയെ ശരണം പ്രാപിക്കുന്ന മനുഷ്യർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നല്ല ഇടയനായ യേശു നല്ല ഇടയനെന്ന് തിരിച്ചറിയുന്നവർ, അവരേത് ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ കിടക്കുന്നവരാണെങ്കിലും അവരെ രക്ഷപ്പെടുത്തുന്ന നല്ല ഇടയൻ്റെ സഹായം ആ നിമിഷം തന്നെ അവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവ പദ്ധതി സ്വർഗം തുറന്നിരിക്കുകയാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കുഞ്ഞാടെ,
യേശുവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാടേ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകല് നല്ല ഇടയൻ കൂടെയുള്ളതിൻ്റെ സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധമായി തന്നെ മുന്നോട്ട് ജീവിക്കൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് വരണേ, നമുക്ക് നേരിട്ട് കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. യേശു അപ്പം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുനാഥൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.